സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. ഒന്നും ഏക്കത്തില്ല. ഇങ്ങനെ ഉറങ്ങാൻ പറ്റാറുണ്ടോ? എനിക്ക് എനിക്ക് എന്ത് റിഫ്ലെക്സ് ആക്ഷൻ, എനിക്ക് കൂടുതൽ ടെൻഷൻ വരുമ്പോൾ കൂടുതൽ ഉറക്കം വരും. റിഫ്ലെക്സ് ആക്ഷനാ. ഭക്ഷണം കഴിക്കാൻ തോന്നാറുണ്ടോ? ഭക്ഷണം അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ല ഉറക്കം വരും. അപ്പൊ ഞാനിതൊന്നും ബോധം നല്ല ഫ്രഷ് ഒരു 10 മണിക്കൂർ കിടന്ന് ഉറങ്ങും, രാവിലെ എണീറ്റ് ജോലിയിലേക്ക് കയറും. ഇതൊന്നും ബാധിക്കാറില്ല അല്ലെ? അത് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സമാധാനം കളഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വിവാദം? ഇടയ്ക്ക് അങ്ങനെ കുറെ ഒരേ സാധനം ഒന്നും അറിഞ്ഞുകൂടാതെ, ഇതിനെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞുകൂടാത്തവര് അവര് തന്നെ ഒരു തീരുമാനത്തിലെത്തി, അവര് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് അവര് അതിന്റെ ഒരു വേർഡിക്റ്റ് പറയുമ്പോൾ എന്നെ ഒരു പേഴ്സണലി ഒരു 5 മിനിറ്റ് പോലും കാണാത്ത അല്ലെങ്കിൽ എവിടെയും കേൾക്കാത്ത എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവര് ഇരുന്ന് നമ്മുടെ എന്താ ഫുൾ ഹിസ്റ്ററി അവരായിട്ടുണ്ടാക്കിയ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ട്, അവരായിട്ടുണ്ടാക്കിയ ഒരു സ്റ്റോറി പറഞ്ഞിട്ട്, അവരായിട്ട് അതിനൊരു വേർഡിക്റ്റ് പറയുമ്പോൾ നമുക്ക് വിഷമമാണ്. ആദ്യം എന്താണ് നമ്മൾ എന്താണ് കാണുമെങ്കിലും. ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൽ സിനിമകൾ തിരക്കഥകൾ കെട്ടിക്കിടക്കുന്നുണ്ടോ? കെട്ടിക്കിടക്കുന്നില്ല ജെസി, ഞാൻ വായിക്കണ്ടേ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ ഇപ്പൊ നമ്മള് ഏകദേശം 24 മണിക്കൂർ പോരാന്നുണ്ടോ ചേട്ടാ? 24 മണിക്കൂർ ചിലപ്പോ തോന്നാറുണ്ട്. കാരണം ഇത് ഫൈനലി വായിക്കേണ്ടത് ഞാനാണ്. ഫൈനലി വായിക്കുന്നത് അപ്പൊ നമ്മുടെ ടീം വായിക്കുമെങ്കിലും ഫൈനലി വായിച്ച് അപ്രൂവൽ അങ്ങനെ ഒരുപാട് സിനിമകൾ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹിറ്റ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇതെന്താ എന്റെ അടുത്ത് വരാഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡയറക്ടറിനെ വിളിക്കും കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ചേട്ടാ എത്ര വട്ടം ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ നമ്പർ അടിച്ചു നോക്കുമ്പോ ഒരു 200 മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ വിഷമം എന്ന് പറയാനുണ്ട്. അപ്പൊ ഞാൻ പറയാം അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഇല്ല ചേട്ടാ ഞാൻ ഒരുപാട് വട്ടം. അപ്പൊ സ്ക്രിപ്റ്റ് വരെ എന്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. നമ്മൾ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പൊ ജയ വിപിനെ പുറകെ നടന്ന ഒരുപാട് നടന്നു. പക്ഷെ അന്ന് ഇങ്ങനെ വിഷമല്ല, കാരണം അതിലല്ല, അതിപ്പം ഡെസ്റ്റിനി അതല്ല. വിപിൻ നമ്മുടെ പോയ തന്നെയാണ്. അപ്പൊ സിനിമ നന്നാവുന്ന കാണുമ്പോൾ ആ കഥ കേട്ടതാണ് ഞാൻ. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല ബേസിലുണ്ടായിരുന്നത്. ബേസിൽ എന്ന് പറഞ്ഞ ആക്ടറെ വന്നിട്ടില്ല. അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ വിൽക്കും, ഇതെങ്ങനെ ആ ഒരു മാർക്കറ്റബിൾ പ്രൊപ്പോസിഷനിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബേസിൽ അത് കേട്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിപിൻ എടുത്തു പറഞ്ഞു ചേട്ടാ ബേസിൽ ഇങ്ങനെ ടേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ടേക്കപ്പ്. അപ്പോഴാണ് അത് പ്രോജക്റ്റ് ആവുന്നത്. അന്ന് എനിക്ക് ദർശനം ആയിരുന്നില്ല. അന്ന് വേറെ അന്നൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള അന്ന്. അപ്പൊ അതിന്റെ ഡെസ്റ്റിനി ബേസിലും കൂടെ വന്നു, അതിനൊരു പ്രോജക്റ്റ് ആയി. അത് അങ്ങനെ ആവുമ്പോഴാണ് ഡെസ്റ്റിനി. ഇപ്പൊ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് ചിലപ്പോ ഇങ്ങനെ ആവുമായിരുന്നില്ല, മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വിഷമം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടേഴ്സ് നല്ല രീതിയിൽ നല്ല സിനിമകൾ ചെയ്ത് ഹിറ്റാവുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് എപ്പോ വേണമെങ്കിലും അവരുമായിട്ട് ചെയ്യാൻ. ഈ വാലാട്ടിയുടെ തിരക്കുകളിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് അറിയാം. എന്നിരുന്നാലും ചോദിക്കുകയാണ്, കോട്ടയം കുഞ്ഞച്ചൻ 2 വരുമോ അതോ മറ്റൊരു മമ്മൂട്ടി ചിത്രം ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന്? മമ്മൂക്ക ചിത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് എങ്ങനെയെന്ന് പറയുമ്പോൾ ഇതിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ അത് ചാടി അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചത്. നല്ല പൈസ കൊടുത്തിട്ടില്ലേ വാങ്ങിച്ചത്. പക്ഷെ അതെന്തുകൊണ്ടാ സ്ക്രിപ്റ്റ് നമുക്ക് അങ്ങോട്ട്